നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ തകർച്ചയുടെ വക്കീലാണ്. സിദ്ധരാമയ്യയെ മാറ്റി ശിവകുമാറിനെ കർണാടക മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് നല്ലപോലെ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ശിവകുമാർ BJPയുമായി അടുത്തു കഴിഞ്ഞു. ശിവകുമാർ കേന്ദ്രമന്ത്രി അമിത്ഷായ്ക്കൊപ്പം മണിക്കൂറുകളാണ് ശിവരാത്രി ദിനത്തിൽ ചെലവിട്ടത്. ഇത് വിമർശനങ്ങൾക്ക് കാരണമായി. കേരളത്തിൽ ശശി തരൂർ ഉയർത്തിയ കൊടുങ്കാറ്റിന് പിന്നാലെയാണ് അയൽ സംസ്ഥാനമായ കർണാടകത്തിലും ശിവകുമാറും BJP അനുകൂല നിലപാട് സ്വീകരിക്കുന്നത്. അമിത്ഷായ്ക്കൊപ്പം ശിവരാത്രി ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിനെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് കർണാടക PCC അധ്യക്ഷനും ഉപമുഖ്യമന്ത്രിയുമായ DK ശിവകുമാർ മറുപടിയും പറഞ്ഞു. താൻ ഹിന്ദുവായാണ് ജനിച്ചത് എന്നും ഹിന്ദുവായി തന്നെ മരിക്കുമെന്നുമായിരുന്നു ശിവകുമാറിന്റെ മറുപടി. സദ്ഗുരു ജഗി വാസുദേവിന്റെ കോയമ്പത്തൂരിലെ ഇഷ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച മഹാശിവരാത്രി ആഘോഷത്തിലാണ് അമിത്ഷാ മുഖ്യ അതിഥിയായി പങ്കെടുത്തത്. സദ്ഗുരുവിന്റെ ക്ഷണം സ്വീകരിച്ച് ഇതേ പരിപാടിയിൽ പങ്കെടുത്തതിനെ AICC സെക്രട്ടറി PV മോഹൻ വിമർശിച്ചതിനെ തുടർന്നാണ് ശിവകുമാർ മറുപടി പറഞ്ഞത്. രാഹുൽ ഗാന്ധിയെ വിമർശിച്ച ഒരാളുടെ ക്ഷണം സംസ്ഥാന അധ്യക്ഷൻ സ്വീകരിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുന്നു എന്നാണ് മോഹന്റെ വിമർശനം. പ്രയാഗ്രാജിൽ മഹാകുംഭമേളയിലും ശിവകുമാർ നേരത്തെ പങ്കെടുത്തിരുന്നു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ED അറസ്റ്റ് ചെയ്തത് ജയിലിൽ അടച്ചപ്പോൾ സിഖ് മതത്തെക്കുറിച്ച് പഠിച്ചിരുന്നു. ജൈനാശ്രമങ്ങളും അതുപോലെ തന്നെ ദർഗകളും ക്രൈസ്തവ ദേവാലയങ്ങളും സന്ദർശിക്കാറുണ്ടെന്നും ശിവകുമാർ പറഞ്ഞു. പാർട്ടിയിൽ നിന്ന് അകന്ന BJPയുമായി അടുക്കുന്നുവെന്ന അഭ്യൂഹങ്ങൾ DK ശിവകുമാർ തള്ളിയിരുന്നു. ജന്മനാ താൻ ഒരു കോൺഗ്രസുകാരനാണ് എന്നും ഹിന്ദു എന്ന നിലയിലാണ് തന്റെ നിലപാടുകളെന്നും ശിവകുമാർ വ്യക്തമാക്കി. ഇഷ ഫൗണ്ടേഷന്റെ പരിപാടിയിൽ കേന്ദ്രമന്ത്രി അമിത്ഷായ്ക്കൊപ്പം പങ്കെടുക്കുന്നത് സദ്ഗുരു ജഗി വാസുദേവ് വ്യക്തിപരമായി ക്ഷണിച്ചതുകൊണ്ടാണ് എന്ന് വ്യക്തമാക്കിയ DK കുംഭമേളയിൽ പങ്കെടുത്തത് തന്റെ വ്യക്തിപരമായ കാര്യമാണ് എന്നും പറഞ്ഞു. BJPയുമായി അടുക്കുന്നുവെന്ന തരത്തിൽ ചില മാധ്യമങ്ങളിൽ റിപ്പോർട്ട് വന്നതിന്റെ പശ്ചാത്തലത്തിൽ എന്റെ സുഹൃത്തുക്കൾക്ക് അത് അന്വേഷിച്ചുകൊണ്ട് ഫോൺ കോളുകൾ വന്നിരുന്നു. എന്നാൽ ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ജന്മനാ ഞാനൊരു കോൺഗ്രസുകാരനാണ്. ഹിന്ദു എന്ന നിലയിലാണ് തന്റെ നിലപാട്. സമൂഹത്തിലെ എല്ലാ സംസ്കാരങ്ങളിലും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്റെ വ്യക്തിപരമായ വിശ്വാസത്തിനൊപ്പം കോൺഗ്രസിന്റെ ആശയധാരയാണ് എല്ലാവരും ഒന്നിച്ച് നിർത്തുന്നത്. ആളുകൾ പല കഥകളും മെനയും. ഇഷ ഫൗണ്ടേഷൻ സ്ഥാപകനായ സദ്ഗുരു എന്റെ വീട്ടിലെത്തി ശിവരാത്രി ആഘോഷത്തിനായി ക്ഷണിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വദേശം മൈസൂരാണ്. അദ്ദേഹത്തിന്റെ ജ്ഞാനത്തെ ഞാൻ അംഗീകരിക്കുന്നു. എന്നാൽ ഞാൻ BJPയുമായി അടുക്കുന്നുവെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച വന്നത്. ശിവരാത്രി പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്ന അമിത്ഷായെ ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല. ഇത്തരം പരിപാടികളിൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും ഉൾപ്പെടെ പങ്കെടുത്തിട്ടുണ്ട്. ഉദാഗി ഉത്സവത്തിന് സോണിയാഗാന്ധി പങ്കെടുത്തിട്ടുണ്ട്. വലിയ ചരിത്രമുള്ള മഹത്തായ പാർട്ടിയാണ് കോൺഗ്രസ് എന്നും DK ശിവകുമാർ വ്യക്തമാക്കി. അതേസമയം കുംഭമേളയെക്കുറിച്ച് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ പറഞ്ഞ കാര്യങ്ങൾ ശിവകുമാർ തള്ളിക്കളഞ്ഞു. എല്ലാ മതങ്ങളെയും ബഹുമാനിക്കാൻ തയ്യാറാകണമെന്നും മഹാകുംഭമേളയിൽ തന്റെ അനുഭവം മികച്ചതായിരുന്നുവെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഇത്തരത്തിൽ ഹിന്ദുത്വ നിലപാട് അപ്രതീക്ഷിതമായി സ്വീകരിക്കുക മാത്രമല്ല BJPയോട് ശിവകുമാർ വല്ലാത്തൊരു അനുഭാവം കാണിക്കുന്നുമുണ്ട്. അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ പിടിക്കപ്പെട്ടതാണ് ശിവകുമാറിന്റെ BJP പ്രണയത്തിന് പിന്നിലെന്നും വാർത്തകൾ ഏറെയാണ്. അനധികൃത സ്വത്ത് കേസിൽ CBI അന്വേഷണത്തിനുള്ള അനുമതി റദ്ദാക്കിയത് ചോദ്യം ചെയ്യുന്ന ഹർജിയിൽ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ കർണാടക സർക്കാരിനും സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരുന്നു. ഇപ്പോൾ കേന്ദ്രത്തിന്റെ വായിലാണ് ശിവകുമാറിന്റെ തല. ബനാമി ഇടപാടുകളിലൂടെ 74,93,00,000 രൂപയുടെ സ്വത്ത് സമ്പാദിച്ചുവെന്ന കേസിൽ കഴിഞ്ഞ വർഷമാണ് സിദ്ധരാമയ്യ സർക്കാർ CBI അന്വേഷണത്തിനുള്ള അനുമതി പിൻവലിച്ചത്. ഇത് ചോദ്യം ചെയ്ത CBIയും BJP MLAയും നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയതോടുകൂടിയാണ് പരാതിക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്നാൽ ഈ വർഷം അവസാനത്തോടുകൂടി മുഖ്യമന്ത്രി പദം DK ശിവകുമാറിന് കൈമാറുമെന്ന് സിദ്ധരാമയ്യ സൂചന നൽകി. ഹൈക്കമാൻഡ് അന്തിമ തീരുമാനം എടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2023 മെയ്യിൽ അധികാരത്തിലേറിയപ്പോൾ മുഖ്യമന്ത്രി ായി ഇരു നേതാക്കളും അവകാശവാദം ഉന്നയിച്ചിരുന്നു. തുടർന്ന് 2 വർഷം വീതം പദവി പങ്കിടുക എന്ന ധാരണയിലെത്തിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി പദം പങ്കുവയ്ക്കാൻ ധാരണയില്ല എന്നാണ് അടുത്ത കാലം വരെ സിദ്ധരാമയ്യ പറഞ്ഞിരുന്നത്. നേരത്തെ സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അധികാര കൈമാറ്റം സംബന്ധിച്ച് ശിവകുമാർ സംസാരിച്ചിരുന്നു. അത് വിവാദമായതോടുകൂടി സിദ്ധരാമയ്യയുടെ വാക്ക് അന്തിമമാണ് എന്ന് അറിയിച്ച ശിവകുമാർ തന്നെ രംഗം ശാന്തമാക്കുകയായിരുന്നു. അതിനിടെ പൊതുമരാമത്ത് മന്ത്രി സതീഷ് ജാർക്കിഹോളിയും മുഖ്യമന്ത്രി പദത്തിനായി അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ശിവകുമാറിന്റെയും സതീഷിന്റെയും അനുകൂലികൾ അതുമായി ബന്ധപ്പെട്ട് വിവിധ ക്ഷേത്രങ്ങളിൽ പൂജകളും വഴിപാടുകളും നടത്തുന്നുണ്ട്. 1951 ശ്യാമപ്രസാദ് മുഖർജി രൂപീകരിച്ച ജനസംഘത്തിന്റെ നിഴലിൽ വളർന്ന് 1980 ഏപ്രിൽ 6 ഔദ്യോഗികമായി സ്ഥാപിതമായ ഭാരതീയ ജനതാ പാർട്ടി BJP എന്ന 3 അക്ഷരത്തിൽ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ചേക്കേറിയിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞു.
മാറിയിട്ടുണ്ട്. കോൺഗ്രസ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാജ്യത്തിന് മേൽ അടിച്ചേൽപ്പിച്ച അടിയന്തരാവസ്ഥയുടെ കറുത്ത ദിവസങ്ങളെ പ്രയോജനപ്പെടുത്തി 1977 രൂപീകരിച്ച ജനതാ പാർട്ടിയുമായും ബിജെപിക്ക് ബന്ധമുണ്ട്. 1980 ജനതാ പാർട്ടി പിരിച്ചുവിടുകയും അതിലെ അംഗങ്ങൾ അടൽ ബിഹാരി വാജ്പേയിയെ ആദ്യ പ്രസിഡന്റായി ബിജെപി രൂപീകരിക്കുകയും ചെയ്തതോടുകൂടിയാണ് ഇന്ന് കാണുന്ന ബിജെപിക്ക് രൂപം വന്നത്. 43 വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ ബിജെപി രാജ്യത്തെ ശക്തിയേറിയ രാഷ്ട്രീയ പാർട്ടിയായി വളർന്നിരിക്കുന്നു. ഇന്ന് 180 ദശലക്ഷത്തിലധികം അംഗത്വമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ സംഘടനയാണ് ബിജെപി. ലോകത്തിലെ രണ്ടാമത്തെ വലിയ രാഷ്ട്രീയ പാർട്ടിയായ ചൈനയിലെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏതാണ്ട് ഇരട്ടി ശക്തിയാണ് ഇത്. സ്വന്തമായി ഉയർച്ച വർദ്ധിപ്പിക്കുമ്പോൾ എതിരാളികളുടെ ശക്തി നാളുനാൾ ക്ഷയിക്കുന്നു എന്നാണ് ബിജെപിയുടെ ശക്തി 10 മടങ്ങ് വർദ്ധിപ്പിക്കാനുള്ള പ്രധാന കാരണം. കോൺഗ്രസിനെ അപേക്ഷിച്ച് ബിജെപിക്ക് 10 ഇരട്ടി അംഗങ്ങളുണ്ട്. 140 കോടി ജനങ്ങളുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലുതും ശക്തവുമായ ജനാധിപത്യ രാജ്യത്തിലെ വലിയ പാർട്ടി എന്ന ഖ്യാതി ഇന്ന് ബിജെപിക്ക് സ്വന്തമാണ്. കേന്ദ്രത്തിനൊപ്പം ഇന്ത്യയിൽ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിൽ സർക്കാർ രൂപീകരിക്കാനായി എന്നും ബിജെപിയുടെ നേട്ടമാണ്. ഇന്ത്യയുടെ ഏതാണ്ട് എല്ലാ കോണുകളുടെയും വളരാൻ ഇന്ന് പാർട്ടി കഴിഞ്ഞു എന്നതും അവർ ഉയർത്തുന്ന പ്രധാന കാരണങ്ങൾ ഒന്ന് തന്നെയെന്ന് വ്യക്തമാവുകയാണ്. 2 മണ്ഡലങ്ങളിൽ മത്സരിക്കണമെന്ന സിദ്ധരാമയ്യയുടെ നിർദ്ദേശം പാർട്ടി അന്ന് തള്ളുകയായിരുന്നു. പിന്നിലും ഇതേ കാരണങ്ങളാണ് എന്നാണ് പറയുന്നത്. ഹൈക്കമാൻഡിന് സിദ്ധരാമയ്യ വലിയ പിടുത്തമില്ല. ജാതി ന്യൂനപക്ഷമായ ഈ കുറുബ സമുദായത്തിൽ നിന്നുള്ള നേതാവാണ് സിദ്ധരാമയ്യ. ദേവഗൌഡ കഴിഞ്ഞാൽ പാർട്ടിയിൽ രണ്ടാമനായിരുന്ന സിദ്ധരാമയ്യ ദൾ വിട്ട് കോൺഗ്രസ് എത്തിയതുപോലും അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം നിഷേധിച്ചതിന്റെ പേരിലായിരുന്നു. ബിജെപി കർണാടകത്തിൽ ഉണ്ടാക്കിയ വർഗീയ അസ്വസ്ഥത ജനങ്ങളിൽ കോൺഗ്രസിനെ തിരിച്ചു വിളിക്കണമെന്ന തോന്നൽ ശക്തമായിരുന്നു. പൊതുവെ സമാധാന പ്രിയരാണ് കന്നഡക്കാർ. ഹിജാബ് പ്രശ്നവും മുസ്ലിങ്ങൾക്ക് സംവരണം നിഷേധിക്കുന്നുണ്ട്. ഷിമോഗ, ഉടുപ്പി, മംഗലാപുരം മേഖലയിൽ പടരുന്ന വർഗീയ സംഘർഷങ്ങളും പൗരത്വ പ്രശ്നങ്ങളും ഏകീകൃത സിവിൽ കോഡ് ചർച്ച ചെയ്യുമെല്ലാം വിദ്യാസമ്പന്നരായ കന്നഡ വോട്ടർമാരിൽ ബിജെപി വിരോധം സൃഷ്ടിച്ചിട്ടുണ്ട്. അതാണ് കോൺഗ്രസിന് ഗുണം ചെയ്തത്. അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പ് ഭാരതീയ ജനസംഘത്തിന് ഈ പറയത്തക്ക അടിത്തറയൊന്നും ഉള്ള സംസ്ഥാനമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു സംസ്ഥാനമായിരുന്നില്ല കർണാടക. ഉടുപ്പി മുനിസിപ്പാലിറ്റിയിലും മറ്റും ചില്ലറ വിജയങ്ങൾ അവർ നേടിയിരുന്നു എന്ന് മാത്രം. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജനസംഘം ജനതാ പാർട്ടിയുടെ ഭാഗമായി മാറി. അതിനുശേഷവും സ്ഥിതി ഒട്ടും ആശാവഹമായിരുന്നില്ല. 1980 പഴയ ജനസംഘക്കാർ ഭാരതീയ ജനതാ പാർട്ടിയിൽ പുനർജനിച്ചു. 1983 ജനുവരി നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 18 സ്ഥാനങ്ങൾ വിജയിച്ച് ബിജെപി നല്ല തുടക്കം കുറിച്ചു. ദക്ഷിണേന്ത്യയിൽ താമര വിരിഞ്ഞ ആദ്യ സംസ്ഥാനമായി മാറി. അത്തവണ ബിജെപി രാമകൃഷ്ണ ഹെഗ്ഡെയുടെ ജനതാ പാർട്ടി സർക്കാരിനെ പുറത്തുനിന്ന് പിന്താങ്ങി. 1984 ഡിസംബറിൽ ഹെഗ്ഡെ മന്ത്രിസഭ രാജിവെച്ചു. സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം നിലവിൽ വന്നു. 1985 മാർച്ചിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് ബിജെപി വെറും 2 സീറ്റിൽ ഒതുങ്ങി. 1989 നവംബറിൽ അത് 4 സീറ്റാക്കി വർദ്ധിപ്പിക്കാനേ കഴിഞ്ഞുള്ളൂ. 94 ഡിസംബറിലെ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും പാർട്ടി 40 സീറ്റോടുകൂടി പ്രധാന പ്രതിപക്ഷമായി മാറി. BS യെദ്യൂരപ്പ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവുമായി മാറി. 99 ആകുമ്പോഴേക്കും പാർട്ടി നില വളരെ മെച്ചപ്പെടുത്തി. ഒരുപക്ഷെ നിയമസഭയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാനും കഴിഞ്ഞിരുന്നു. എന്നാൽ ദേശീയ നേതൃത്വം അടിച്ചേൽപ്പിച്ച ജനതാദൾ ഈ ഭാണ്ഡവം വിനയായി. 44 സീറ്റുകളോടെ പ്രതിപക്ഷ നേതൃസ്ഥാനം നിലനിർത്തുക തന്നെയാണ് ചെയ്തത്. എന്തായാലും കർണാടകയിൽ നടക്കുന്നത് എന്ത് എന്ന ചോദ്യം വരുമ്പോഴും വ്യക്തമാക്കുകയാണ് സിദ്ധരാമയ്യയും അതുപോലെ തന്നെ ശിവകുമാറും അവരവരുടെ നിലപാടുകൾ. എന്തായാലും കർണാടകത്തിൽ തോറ്റപ്പോൾ തന്നെ അമിത്ഷാ കുറിച്ച വ്യക്തിയാണ് DK ശിവകുമാർ. DKയെ ഇല്ലാതാക്കിയാൽ കർണാടകത്തിൽ കോൺഗ്രസ് സാമ്രാജ്യത്വം ഇല്ലാതാക്കാമെന്ന് അമിത്ഷായ്ക്ക് നന്നായി അറിയാം. അത് കേന്ദ്ര ഏജൻസികളാണ് ഏറ്റവും മികച്ച മരുന്ന് എന്ന് ഷായ്ക്ക് അറിയാം. ഇതാണ് കർണാടകത്തിൽ നടക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കർണാടകയിലെ കോൺഗ്രസിന്റെ അവസാന നാളുകളാകും, അല്ലെങ്കിൽ അവസാനം കാണുമെന്ന് തന്നെയാണ് അമിത്ഷാ പറയുന്നത്.